2 ദിനവൃത്താന്തം അധ്യായം 36. ജോസിയായുടെ പുത്രനായ യഹോവാഹാസിനെ ദേശത്തെ ജനങ്ങൾ ജെറുസലമിൽ രാജാവായി വാഴിച്ചു. ഭരണം ആരംഭിക്കുമ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലമിൽ 3 മാസം ഭരിച്ചു. ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി. 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്തിന് കപ്പം ചുമത്തി. യഹോവാഹാസിൻ്റെ സഹോദരൻ എലിയാക്കീമിനെ ഈജിപ്ത് രാജാവ് യൂദായുടെയും ജെറുസലമിൻ്റെയും രാജാവാക്കി. അവന് യഹോയാക്കീം എന്ന് പേരിട്ടു. യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. വാഴ്ച ആരംഭിക്കുമ്പോൾ യഹോയാക്കീമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലമിൽ 11 വർഷം ഭരിച്ചു. ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ അവനെതിരെ വന്ന് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു. യഹോയാക്കീമിൻ്റെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ലേച്ഛതകളും അവൻ്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂദാ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ പുത്രൻ യഹോയാഖിൻ രാജാവായി. രാജാവാകുമ്പോൾ യഹോയാഖിന് 8 വയസ്സായിരുന്നു. അവൻ 3 മാസവും 10 ദിവസവും ജെറുസലമിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. ആ വർഷം വസന്തകാലത്ത് നെബൂഖദ്നേസർ രാജാവ് സൈന്യത്തെ അയച്ച് യഹോയാഖിനെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും കൊണ്ടുപോയി. യഹോയാക്കീമിൻ്റെ സഹോദരനായ സെദക്കിയായെ യൂദായുടെയും ജെറുസലമിൻ്റെയും രാജാവാക്കി. ഭരണം ആരംഭിക്കുമ്പോൾ സെദക്കിയായ്ക്ക് 21 വയസ്സായിരുന്നു. 11 വർഷം അവൻ ജെറുസലമിൽ ഭരിച്ചു. ദൈവമായ കർത്താവിന് മുൻപാകെ അവൻ തിന്മ ചെയ്തു. കർത്താവിൻ്റെ വചനമറിയിച്ച ജെറമിയായുടെ മുൻപിൽ അവൻ തന്നെ എളിമപ്പെടുത്തിയില്ല. നെബൂഖദ്നേസർ രാജാവിന് വിധേയനായിരുന്നു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തിരുന്നെങ്കിലും സെദക്കിയ അവനോട് മത്സരിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുശാഠ്യത്തിൽ തുടർന്നു. ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ച് പുരോഹിത പ്രമുഖരും ജനവും അത്യധികം അവിശ്വസ്തരായി തീർന്നു. ജെറുസലമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ച് തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ക്രോധം അപ്രതിഹതമാംവിധം അവിടുത്തെ ജനത്തിനെതിരെ ഉയർന്നു. കൽദായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു. അവൻ അവരുടെ യുവയോദ്ധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളിനിരയാക്കി. യുവാക്കളോടോ കന്യകകളോടോ വൃദ്ധന്മാരോടോ പടുകിഴവന്മാരോടോ അവൻ കരുണ കാണിച്ചില്ല. ദൈവം എല്ലാവരെയും അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ദേവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിൻ്റെ ആലയത്തിലെയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെയും നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ ദേവാലയം അഗ്നിക്കിരയാക്കി. ജെറുസലമിൻ്റെ മതിലുകൾ ഇടിച്ചു നിരത്തി. അതിലെ മന്ദിരങ്ങൾ ചുട്ടരിച്ചു. വിലപിടിപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. പേർഷ്യ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ അവർ അവനും അവൻ്റെ പുരോഹിതന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു. അങ്ങനെ ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം പൂർത്തിയായി. ദേശം അതിൻ്റെ സാബത്ത് ആസ്വദിച്ചു. 70 വർഷം പൂർത്തിയാകുന്നതുവരെ
ശൂന്യമായി കിടന്ന നാളുകളത്രയും ദേശം സാബത്ത് ആചരിച്ചു. ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ 1-ാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അതെഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു. പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു: ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യൂദായിലെ ജെറുസലമിൽ അവിടുത്തേക്ക് ഒരു ആലയം പണിയാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ. അവൻ്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. Chapter 36. The people of the land took Jehoahaz, son of Josiah, and made him king in Jerusalem in his father's stead. Jehoahaz was 23 years old when he became king, and he reigned 3 months in Jerusalem. The king of Egypt deposed him in Jerusalem and fined the land 100 talents of silver and a talent of gold. Then the king of Egypt made his brother Eliakim king over Judah and Jerusalem, and changed his name to Jehoiakim. Necho took his brother Jehoahaz away and brought him to Egypt. Jehoiakim was 25 years old when he became king, and he reigned 11 years in Jerusalem. He did evil in the sight of the Lord his God. Nebuchadnezzar, king of Babylon, came up against him, and bound him with chains to take him to Babylon. Nebuchadnezzar also carried away to Babylon some of the vessels of the house of the Lord, and put them in his palace in Babylon. The rest of the acts of Jehoiakim, the abominable things that he did, and what therefore happened to him, can be found written in the book of the kings of Israel and Judah. His son Jehoiakim succeeded him as king. Jehoiakim was 18 years old when he became king, and he reigned 3 months and 10 days in Jerusalem. He did evil in the sight of the Lord. At the turn of the year, King Nebuchadnezzar sent for him and had him brought to Babylon, along with precious vessels from the temple of the Lord. He made his brother Zedekiah king over Judah and Jerusalem. Zedekiah was 21 years old when he became king, and he reigned 11 years in Jerusalem. He did evil in the sight of the Lord his God, and he did not humble himself before the prophet Jeremiah, who spoke the word of the Lord. He also rebelled against King Nebuchadnezzar, who had made him swear by God. He became stiff-necked and hardened his heart rather than return to the Lord the God of Israel. Likewise all the princes of Judah, the priests and the people, added infidelity to infidelity, practicing all the abominations of the nations, and polluting the Lord's temple which he had consecrated in Jerusalem. Early and often did the Lord, the God of their fathers, send his messengers to them, for he had compassion on his people and his dwelling place. But they mocked the messengers of God, despised his warnings, and scoffed at his prophets, until the anger of the Lord against his people was so inflamed that there was no remedy. Then he brought up against them the king of the Chaldeans, who slew their young men in their own sanctuary building, sparing neither young man nor maiden, neither the aged nor the decrepit. He delivered all of them over into his grip. All the utensils of the house of God, the large and the small, and the treasures of the Lord's house, and of the king and his princes, all these he brought to Babylon. They burnt the house of God, tore down the walls of Jerusalem, set all its palaces afire, and destroyed all its precious objects. Those who escaped the sword he carried captive to Babylon, where they became his and his sons' servants, until the kingdom of the Persians came to power. All this was to fulfill the word of the Lord spoken by Jeremiah, until the land has retrieved its lost Sabbaths. During all the time it lies waste it shall have rest, while 70 years are fulfilled. In the first year of Cyrus, king of Persia, in order to fulfill the word of the Lord spoken by Jeremiah, the Lord inspired King Cyrus of Persia to issue this proclamation throughout his kingdom, both by word of mouth and in writing. Thus says Cyrus king of Persia,
All the kingdoms of the earth the Lord, the God of heaven, has given to me, and he has also charged me to build him a house in Jerusalem, which is in Judah. Whoever therefore among you belongs to any part of his people, let him go up, and may his God be with him.